ഓരോന്നും ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന സ്വസ്ഥത ഉണ്ടാവുക. എന്തിനാണോ വീട് കിട്ടുന്നത് അതിൻ്റെ ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റാത്തത് കാരണം കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസാണ്. അതിന് കാരണമാകുന്നത് ഈ പഞ്ചഭൂതങ്ങളുടെ ബാലൻസിങ് തെറ്റുന്നതുകൊണ്ടാണ്. കാരണം അതാത് ഭാഗങ്ങളിൽ അതാത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ ഋഷീശ്വരന്മാർ അവിടെ ഉപയോഗിക്കാൻ പറയുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാനും കൂടി പഠിച്ചാൽ വാസ്തുവിൻ്റെ ലക്ഷ്യവും പൂർത്തിയായി നമുക്കതിനകത്ത് ശാന്തിയും സമാധാനമായിട്ട് ജീവിക്കാനും പറ്റും. സുധി സർ, വാസ്തുശാസ്ത്ര പ്രകാരം ഈ പഞ്ചഭൂതങ്ങളുടെ തുല്യത വീടുകൾക്ക് നല്ലതാവാനുള്ള കാരണം എന്താണ്? തീർച്ചയായിട്ടും പഞ്ചഭൂതങ്ങളുടെ സമന്വയം, അതായത് പഞ്ചഭൂതങ്ങളുടെ ബാലൻസിങ് ആണ് നമ്മളുടെ സ്വാസ്ഥ്യം. അതായത് വാസ്തുശാസ്ത്രം പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഒരു മനുഷ്യൻ്റെ സുഖകരമായ അവസ്ഥയാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നു ആയുർവേദം ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ശാസ്ത്രമാണ്. യോഗശാസ്ത്രം അത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അത് മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു ശാസ്ത്രമാണ്. ജ്യോതിശാസ്ത്രം നമ്മുടെ കാലനിർണയം നടത്താൻ വേണ്ടിയിട്ട്, അതായത് ഏത് സമയത്ത് കൃഷി ചെയ്യണം, എപ്പോഴാണ് നമ്മൾ കണ്ടിട്ടില്ലേ ഞാറ്റുവേല എന്നൊക്കെ പറയുന്നത്, ഇതുപോലെ കാലഗണനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ജ്യോതിശാസ്ത്രം. വാസ്തുശാസ്ത്രം ജീവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രമാണ്. അപ്പോൾ ജീവന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രത്തിലെ നിയമങ്ങൾ ഓരോന്നും എഴുതപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു വീട്, ആ വീടിൻ്റെ ലക്ഷ്യം അത് മനസ്സിലാക്കി ആ വീടിനകത്തിരിക്കുന്ന ആൾക്കാരുടെ ജീവനെ സ്വസ്ഥപ്പെടുത്തുന്ന ഘടകങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് വാസ്തുവിൻ്റെ ലക്ഷ്യം. അതായത് നമ്മളൊരു വീട് കെട്ടുമ്പോൾ ഒരു ബെഡ്റൂം നിർമ്മിക്കുന്നു, ഒപ്പം തന്നെ ഒരു ബാത്റൂം നിർമ്മിക്കും, അറ്റാച്ച്ഡ് ബാത്റൂം അല്ലെങ്കിൽ ഒരു കോമൺ ബാത്റൂം, ടോയ്ലറ്റ് നമ്മൾ ഉണ്ടാക്കും. ഒരു ബെഡ്റൂമിൻ്റെ നിർമ്മാണ ചെലവിനേക്കാൾ കൂടുതൽ കാശ് കൊടുത്ത് നമ്മളൊരു ടോയ്ലറ്റ് കിട്ടും. വില കൂടിയ ബാത്ത് ടബും ഷവറും പൈപ്പും ഒക്കെ വെച്ചിട്ട് നമ്മൾ വലിയ ആഡംബരമായിട്ട് തന്നെ ഒരു റോയൽ സ്റ്റൈലിൽ ഒരു ബാത്റൂം കിട്ടും. ബെഡ്റൂം കെട്ടാൻ ചുരുങ്ങിയതൊരു 50,000 രൂപ ചിലവുണ്ടാവും. ബാത്റൂം കെട്ടാൻ 1.5 ലക്ഷം രൂപ ചിലവായി. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആക്സസറീസിൻ്റെയൊക്കെ വിലകളൊക്കെ നോക്കുമ്പോൾ 1.5 ലക്ഷം രൂപ ചിലവായി എന്ന് കരുതിയിട്ട് ഞാൻ ബാത്ത് ടബിൽ കിടന്നുറങ്ങാൻ പോകും രാത്രി ഇല്ല. അതെന്താ? അത് ഉപയോഗിക്കേണ്ട ഒരു സമയമുണ്ട്. തീർച്ചയായിട്ടും അതുപോലെയാണ് ഓരോന്നും ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന സ്വസ്ഥത ഉണ്ടാവുക. അതായത് വില കൂടിയെന്ന് പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ ഒരുപാട് കാശിറക്കിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കക്കൂസി പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കില്ലല്ലോ. തീർച്ചയായിട്ടും. ഒരു വീട് വാസ്തു ദോഷം വരാൻ കാരണം ആ വീടിനകത്ത് ഈ പറയുന്ന ഉപയോഗം ശരിയല്ലാത്തതുകൊണ്ടാണ്. അതായത് അടുക്കളയിൽ ഇരുന്നിട്ട് ഓഫീസിലെ കാര്യങ്ങൾ പറയുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ഇങ്ങനെ കുനിഷ്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന അടുക്കള പാചകം ചെയ്യാനാണ്. പാചകം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പാചകത്തിനായിട്ട് മാത്രം മാറ്റും. ഉറങ്ങുന്ന ബെഡ്റൂം, അതായത് ആ ബെഡ്റൂമിൽ പോവേണ്ടത് ഉറങ്ങാനാണ്. ഉറങ്ങുന്ന ബെഡ്റൂമിൽ പോയിട്ട് നമ്മുടെ ഓഫീസ് കാര്യങ്ങളും നമ്മളുടെ ടെൻഷൻസുകളും പിരിമുറുക്കങ്ങളും ഒക്കെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്ന രീതിയിൽ ആണെങ്കിൽ ആ ഭാഗത്ത് ഉറക്കം ശരിയാവും ഇല്ല. അപ്പോൾ ഇവിടെ നമ്മളൊരു വീട് എന്തിനാണോ വീട് കിട്ടുന്നത് അതിൻ്റെ ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റാത്തത് കാരണം കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസാണ്. അതിന് കാരണമാകുന്നത് ഈ പഞ്ചഭൂതങ്ങളുടെ ബാലൻസിങ് തെറ്റുന്നതുകൊണ്ടാണ്. കാരണം എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഇൻബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അകത്ത് കയറുന്ന സമയത്ത് ലിവിങ് ഹാളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ ബെഡ്റൂമിൽ പോയിരുന്നതിന് ശേഷം ജോലി സ്ഥാപനത്തിലെ ജോലികൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയൊക്കെ അതിൻ്റെതായിട്ടുള്ള വൈബ്രേഷൻസുകൾക്ക് മാറ്റം വരും. ഇതിനെയാണ് വാസ്തുദോഷം എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നെയിൽ കട്ടർ തിരഞ്ഞു നടക്കുന്നൊരു ശീലം, പേഴ്സ് തിരഞ്ഞ് ചാവി, ഇത് വാസ്തുദോഷമാണ്. കാരണം സാധനങ്ങൾ അതാത് സ്ഥലത്ത് വെച്ച് കൃത്യമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് വീടിൻ്റെ വാസ്തു എന്ന് പറയുന്നതിലൂടെ നമ്മൾ. കാരണം പ്രമാണങ്ങൾ വേറെ തന്നെ ഉണ്ട്, അതായത് സ്ഥാനങ്ങൾ എല്ലാം നിർണ്ണയിക്കുന്നതെല്ലാം ഉണ്ടെങ്കിലും വാസ്തുദോഷം ബാധിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം ഈ ബാലൻസിങ് തെറ്റുന്നത് കാരണം കൊണ്ടാണ്. അതായത് ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീടിനെ അടുക്കും ചിട്ടയോടും കൂടി പരിപാലിക്കുക. ധാരാളം വെളിച്ചവും വായുവും കടന്നു വരുന്ന രീതിയിൽ ജനലുകൾ വെക്കുക.
അതാത് സാധനങ്ങൾ അതാത് സ്ഥലത്ത് സൂക്ഷിക്കുക. ബെഡ്റൂം എന്ന് പറയുന്നത് ഉറങ്ങാനാണെങ്കിൽ ഉറങ്ങാൻ വേണ്ടി മാത്രം, പഠനമുറി പഠിക്കാൻ, പൂജാമുറി പൂജ ചെയ്യാൻ, അടുക്കള ഭക്ഷണം പാകം ചെയ്യാൻ, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാതിരിക്കുക. കാരണം ഇതൊക്കെ ഇവിടെ നമ്മളുടെ എല്ലാം ഇമോഷൻസുകൾ ആ ചുറ്റുപാടുകളെ മാറ്റിക്കൊണ്ടിരിക്കും. ഒരുപാട് സമയം നമ്മൾ ഡൈനിങ് ടേബിളിലിരുന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് അതിൻ്റെ വൈബ്രേഷൻ മാറും. ബെഡ്റൂമിൻ്റെ വൈബ്രേഷൻസും അതുപോലെ ജോലി കാര്യങ്ങളൊക്കെ ഈ ബെഡ്റൂമിലിരുന്ന് ചെയ്യ കുറേ കാലം കഴിയുമ്പോൾ ബെഡ്റൂമിൽ നമുക്ക് ഉറക്കം വരാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ വസ്തുക്കളുടെ വാസ്തവികത മനസ്സിലാക്കി അതിനെ ഉപയോഗിക്കുക. അതായത് ഒരു മെഷീൻ വാങ്ങുമ്പോൾ, ഒരു ഫ്രിഡ്ജോ ഒരു AC യോ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ യൂസർ മാനുവൽ നമുക്ക് തരുന്നില്ല എന്നതുപോലെയാണ് വാസ്തുശാസ്ത്രത്തിലെ പ്രമാണങ്ങൾ അത്രയും. അതായത് നിങ്ങൾക്കൊരു വീട് കെട്ടിത്തരുമ്പോൾ കൃത്യമായിട്ട് ആ വീട് എങ്ങനെ ഉപയോഗിക്കണം, അതിനാണ് ഈ സ്ഥാന നിർണ്ണയം എന്ന് പറയുന്നത്. പൂജാമുറിക്ക് അവിടെയാണ് സ്ഥാനം, ബെഡ്റൂമിന് അവിടെയാണ് സ്ഥാനം, ഡൈനിങ് ടേബിളിന്. കാരണം അതാത് ഭാഗങ്ങളിൽ അതാത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ ഋഷീശ്വരന്മാർ അതാത് ആ ഭാഗങ്ങളെ അനുകൂലമാക്കി മാറ്റി, ഇല്ലെങ്കിൽ അത് അവിടെ ഉപയോഗിക്കാൻ പറയുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാനും കൂടി പഠിച്ചാൽ വാസ്തുവിൻ്റെ ലക്ഷ്യവും പൂർത്തിയായി നമുക്ക് അതിനകത്ത് ശാന്തിയും സമാധാനമായിട്ട് ജീവിക്കാനും പറ്റും. അതുപോലെ ഈ വാസ്തു നോക്കാൻ ഒരു സമയമുണ്ടോ? തീർച്ചയായിട്ടും വാസ്തു നോക്കാൻ സമയമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചോദ്യം, അതായത് രാത്രി നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ പകൽ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ, അങ്ങനെയൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും സൂര്യനാണ് വാസ്തുവിന്റെ കേന്ദ്രം. അതായത് നമുക്കൊരു ദിശാനിർണയം നടത്തണം എന്നുണ്ടെങ്കിൽ സൂര്യനെ ആസ്പദമാക്കിയിട്ടാണല്ലോ ദിശാനിർണയം നടത്താൻ പറ്റുക. കാരണം സൂര്യൻ ഉദിക്കുന്നത് എവിടെയോ അത് കിഴക്ക് എന്നാണല്ലോ പറയാ. അപ്പൊ സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണെന്ന് അറിയണമെങ്കിൽ സൂര്യൻ വേണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ ദിശാനിർണയം നടത്താൻ സൂര്യൻ വേണം. അപ്പൊ സൂര്യൻ ഇല്ലാത്ത സമയത്ത് വാസ്തു നോക്കാൻ പറ്റൂല. അതായത് രാവിലെ സൂര്യൻ ഉദിക്കുന്ന ആ സമയം മുതൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ നമ്മൾ സൂര്യനെ ആസ്പദമാക്കിയിട്ട് വാസ്തു നോക്കുന്നു എന്നാണ്. അപ്പം അതാണ് ഈ പറയുന്ന കാലഗണന അല്ലെങ്കിൽ ആ സമയം എന്ന് പറയുന്നത്. അതായത് രാത്രി കാലങ്ങളിൽ വാസ്തു നോക്കരുത്, അതിനുവെച്ചാൽ ഈ സൂര്യൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടം തീർച്ചയായിട്ടും ടെക്നോളജി ഡെവലപ്പ് ആയതോട് കൂടിയിട്ട് ആ സാധനത്തിന്റെ സാധ്യതകൾ മാറി. തീർച്ചയായിട്ടും അപ്ഡേഷൻ വന്നു. ഇന്ന് മോഡേൺ കമ്പാസുകൾ, മൊബൈൽ കമ്പാസുകൾ നമുക്കുണ്ട്. ഉറപ്പായിട്ടും ആ ഒരു കമ്പാസിന്റെ വരവോട് കൂടിയിട്ട് നമുക്ക് ദിശ നിർണ്ണയിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അപ്ഡേഷൻ വാസ്തുവിൽ കൊടുക്കാറുണ്ട്. പക്ഷെ എന്തായാലും ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതവും ജീവനും അവരുടെ സ്വപ്നവും അവരുടെ വിശ്വാസങ്ങളൊക്കെയാണ് ഈ വാസ്തു എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ നോക്കുമ്പോൾ ആ നിയമങ്ങളെ മാക്സിമം പാലിക്കാൻ ശ്രമിക്കുക. അതായത് ഒരു കുറ്റിയടിക്കുക അങ്ങനെയുള്ളതിനൊക്കെ മുഹൂർത്തം നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അതായത് മാക്സിമം പാലിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ള മര്യാദ. കാരണം തെറ്റ് ശരി എന്നൊന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. പക്ഷെ എന്തായാലും അറിവുള്ള ഒരാൾ ആ ഒരു വാസ്തുവിനെ ആ സബ്ജക്റ്റിനെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാൾ ഒരിക്കലും എന്ത് തന്നെ മോഡേൺ ടെക്നോളജി വന്നാലും ആ ടെക്നോളജിയുടെ നല്ല വശങ്ങളെ ഉപയോഗപ്പെടുത്തി വാസ്തു നോക്കും. പക്ഷെ ആധാരം സൂര്യനാണ്. അപ്പൊ സൂര്യനെ നോക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് സൂര്യപ്രകാശവും സൂര്യനുമുള്ള ഒരു സമയത്ത് നോക്കുന്നതാണ് നല്ലത്, ഏറ്റവും ഉത്തമം. അത് തന്നെയാണ് ഉചിതമായ രീതിയും. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.